നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഷെക്കേന ഫയർ റൂമിലേക്ക് സ്വാഗതം. ഇത് നിതിൻ ജോസ്. മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി മാറിയിട്ട് വർഷങ്ങളായി. എന്നാൽ പുതിയ തലമുറ പിച്ച വെച്ച് നടക്കുന്ന കാലം മുമ്പ് തന്നെ മൊബൈൽ ഫോണിൽ കാർട്ടൂണുകൾ കണ്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും കാർട്ടൂണുകളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരികയുണ്ട്. മുന്നോട്ട് പോകുന്തോറും ഓരോ ദിവസങ്ങളിലും മൊബൈൽ ഫോൺ ഇല്ലാതെ നമ്മുടെ മക്കൾക്ക് ഈ നാട്ടിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം, മൊബൈൽ ഫോൺ നിഷേധിക്കപ്പെടുന്ന ഘട്ടങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം, ഇതെല്ലാം നമ്മളെ ഭയപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു കുട്ടിക്കാലം സാധ്യമാണോ? പല വിദേശ രാജ്യങ്ങളിൽ മൊബൈൽ ഫോൺ സ്കൂളുകളിൽ ഉൾപ്പെടെ വീടുകളിൽ ഉൾപ്പെടെ നിരോധിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് വിശാലമായ ഒരു ജാഗ്രത ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതല്ലേ? ഷെക്കേന ഫയർ റൂം ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, അധ്യാപികയും എഴുത്തുകാരിയും സാമൂഹ്യ നിരീക്ഷകയും, ഒപ്പം ശ്രീ അഭി മാത്യു കാഞ്ഞിരപ്പാറ, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൗൺസിലർ കോർഡിനേറ്ററും ഒപ്പം അധ്യാപകനുമാണ്. അഭി, രണ്ടുപേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഷെക്കേന ഫയർ റൂമിലേക്ക് സ്വാഗതം. ടീച്ചർ, മൊബൈൽ ഫോൺ ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാണോ എന്നൊരു ചോദ്യം എനിക്ക് തോന്നുന്നു ആ ചോദ്യം തന്നെ അപ്രസക്തമാണെന്നാണ് എനിക്ക് പക്ഷേ ടീച്ചർ പറയുക. അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഒരു കുടുംബ സമവാക്യങ്ങൾ മാറുകയാണ്. ദ ഫാമിലി ഇക്വേഷൻസ്. കൂട്ടുകുടുംബത്തിൽ നിന്ന് നമ്മൾ അണുകുടുംബത്തിലെത്തി, അണുകുടുംബത്തിൽ നിന്ന് നമ്മൾ ലിവിങ് ടുഗദറിലേക്ക് എത്തുന്നു, ലിവിങ് ടുഗദർ ഇത് സിംഗിൾ പാരൻറ്റിങ്ങിലേക്ക് എത്തുന്നു. ഈ ഒരു പ്രയാണം ഉണ്ടല്ലോ, ഈ ഒരു പ്രയാണം പാരൻറ്റിങ്ങിൽ വല്ലാത്ത ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, വല്ലാത്ത ഷിഫ്റ്റ്. അപ്പോൾ ഈ സിംഗിൾ പാരൻറ്റിങ് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്നാണെന്നറിയുമോ, ചിലപ്പോൾ പണ്ട് പുരുഷൻ ബ്രെഡ് വിന്നറും സ്ത്രീ ഹോം മേക്കറുമായിരുന്നു, പണ്ടാണ്. ഇന്ന് രണ്ടുപേരും ബ്രെഡ് വിന്നേഴ്സാണ്, അതുകൊണ്ട് രണ്ടുപേരും ഹോം മേക്കേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബ സമവാക്യം നമ്മളിവിടെ പൊളിച്ചെഴുതിയില്ലെങ്കിൽ നമുക്കിവിടെ കുടുംബം നിലനിൽക്കത്തില്ല. ഹൗ ടു സർവൈവ് ഫാമിലി ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമവാക്യങ്ങളെല്ലാം പൊളിച്ചെഴുതേണ്ടി വരും. അവിടെയാണ് നമ്മുടെ പോയിന്റ്. ഈ ഒരു കൊച്ചിന് ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ഈ മൊബൈൽ കാണിച്ചിട്ട് ഭക്ഷണം വാരി കൊടുക്കേണ്ടി വരുന്നു? അതാണ് ചോദ്യം. എന്തുകൊണ്ട് വരുന്നു? കാരണം കൊച്ചിൻ്റെ ഡിസ്ട്രാക്ഷൻസ് പല രീതിയിലാണ്. കൊച്ചിനെ ഇരുത്താൻ നല്ലത് അതാണെന്നൊക്കെയാണ്. ഒരപ്പം കൊച്ചിന് ചോറ് വാരി കൊടുത്ത് നോക്കിയേ, മൊബൈൽ ഇല്ലാണ്ട് കൊടുക്കാൻ പറ്റും. ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ വാരി കൊടുത്തിട്ടൊക്കെ ഉണ്ട്. മൊബൈൽ കാണിച്ചിട്ടാണോ വാരി കൊടുത്തത്? അല്ല, അതാണ് അപ്പം വാരി കൊടുത്തേക്ക് മൊബൈൽ. അപ്പം ഈ ഒരു പാരഡൈം ഷിഫ്റ്റ് നടക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഷിഫ്റ്റ് കുടുംബത്തിൽ നടന്നില്ലെങ്കിൽ നമുക്കിനിവിടെ, ഞാൻ മുന്നിൽ കാണുന്ന ഒരു 1950s ഇവിടെ ഫാമിലികൾ പോലും ഇല്ല എന്നുള്ളതാണ്, ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഇങ്ങനെ പോയെന്നാൽ. അപ്പോൾ ഞാൻ കുറച്ച് തമാശനും കുറച്ച് കാര്യത്തിലും, പ്രത്യേകിച്ച് എൻ്റെ എഫക്റ്റീവ് പേരൻറ്റിങ് ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഒരു 1950s നമ്മുടെ 5ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വരി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. വൺസ് അപ്പോൺ എ ടൈം വി ഹാഡ് ആൻ ഏൻഷ്യന്റ് കൾച്ചർ കോൾഡ് ഫാമിലി. അങ്ങനെ എഴുതേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ പ്രസക്തി. ഈ മൊബൈൽ ഫോണിൻ്റെ ഇത് കൊടുത്ത് കൊച്ചിനെ ഇത് ഇങ്ങനെ വാരി കൊടുക്കുക എന്ന് പറയുമ്പം അമ്മ ഡിസ്റ്റർബ്ഡാണ്. അമ്മയ്ക്ക് കൊഞ്ചിക്കാനോ കാക്കേ കൂടെ അവിടെ കാക്കേ എന്ന് പറയാൻ അമ്മ ഡിസ്റ്റർബ്ഡാണ്. അമ്മ ഇമോഷണലി അസ്വസ്ഥയാണ്. ഈ അമ്മയുടെ അസ്വസ്ഥത അമ്മയ്ക്ക് കവറപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു എന്റർടൈൻമെന്റിന് സഹായം വാങ്ങുന്നു. അമ്മ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണിത്. അതേസമയം ഈ ഡിവൈസ് ഉപയോഗിക്കാതെ കൊച്ചിനോട് കഥ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ അമ്മയ്ക്ക് സമയമില്ല. അത് അമ്മയുടെ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് ബീങ് അങ്ങനെയല്ല. അമ്മയുടെ തോട്ട് പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. അമ്മ കടന്നു പോകുന്ന തോട്ട് പ്രോസസ്സ് വളരെ സങ്കീർണമാണ് ഇന്നത്തെ അമ്മമാർ കടന്നു പോകുന്നത്. അപ്പോൾ അത് കാരണം നമ്മളതിനെ ഒരു ഓൾട്ടർനേറ്റീവ് മെക്കാനിസമായിട്ട് കണ്ടുവച്ചിരിക്കണതാണ് ഇത്. പക്ഷേ ഇത് ഓൾട്ടർനേറ്റീവ് അല്ലതാനും, അത് അതിനേക്കാളേറെ ഡേഞ്ചറസ് ആണ് താനും. അപ്പോൾ ഇവിടെയൊക്കെ അതുകൊണ്ട് പേരൻറ്റിങ് ആണ് ശരിക്കും പഠിക്കേണ്ടത്. കൊച്ച് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും കൂടിയാണ്. അതെ, നമ്മൾ വിദേശത്തൊക്കെ ചെന്ന് നോക്കണം, പേരൻറ്റിങ് എന്ത് ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ മലയാളി കുടുംബങ്ങൾ പോലും ചെയ്യുന്ന പേരൻറ്റിങ് എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് തോന്നുന്നു. കാരണം അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നു, രണ്ടുപേരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, രണ്ടുപേരും പേരൻറ്റിങ്ങിലും രണ്ടുപേർക്ക് ഈക്വൽ ഷെയറാണ് ഉള്ളത്. മാത്രമല്ല, ഞാൻ ഈ കോളേജിലായിരുന്നു 10-30 കൊല്ലം കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഓപ്പൺ ഹൗസിൽ ഒരമ്മ വരുന്നതിനേക്കാളും ഒരപ്പം വരുന്നതാണ് കുട്ടിയിൽ ബിഹേവിയറൽ ചേഞ്ച് ഞങ്ങൾ കാണുന്നത്. അമ്മ വന്നിട്ട് പോകുമ്പോഴത്തേക്കും ഞങ്ങൾ പറയും, അവൻ അങ്ങനെ ചെയ്തു, അവൻ അസൈൻമെൻറ്റ് വെച്ചില്ല, സെമിനാർ വെച്ചില്ല എന്ന് പറയും. അടുത്ത ജംഗ്ഷനിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അമ്മയും മോനും കൂടി പറഞ്ഞിട്ടിരിക്കും, ആ മിസ് അല്ലെങ്കിലും അങ്ങനെ ഇങ്ങനെ. അവർ തമ്മിൽ ഒത്തിട്ട് ആര് പുറത്താകും? മിസ്സാണ് പുറത്താകും. അച്ഛനും മോനും തന്നെ അങ്ങനെ പെട്ടെന്ന് ഒക്കില്ല. കൊച്ചിലൊരു 3 മാസത്തെ ബിഹേവിയറൽ ചേഞ്ച് വരും. അപ്പോൾ ഞങ്ങൾ ചോദിക്കും, അച്ഛനെവിടെയെന്ന് ചോദിക്കും. അമ്മ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കും, അച്ഛനെ ഞങ്ങൾക്ക് കാണണ്ടേന്ന് പറയും. അപ്പോൾ അച്ഛനെ എന്തെല്ലാം തിരക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പേരൻറ്റിങ് എന്താണെന്ന് അച്ഛൻ അറിയത്തില്ല. ശരി,
ടീച്ചർ പറയുന്നതിൻ്റെ ഒരു വശം ക്ലിയർ ആണ്. ടീച്ചർ അത് പേരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി. പക്ഷെ മൊബൈൽ ഫോണിലേക്ക് വീണ്ടും വരാം അല്ലേ. ഇപ്പം നമ്മളെല്ലാം മാതാപിതാക്കളാണ് അല്ലെങ്കിൽ പേരൻസ് ആണ്. ചർച്ചയിൽ തീർച്ചയായും ടീച്ചർ ഗ്രാൻഡ് പേരൻറ്റും കൂടെയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള വീടുകളിൽ നമ്മൾ കാണുന്ന ഇപ്പം ഒരു 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയെ നമ്മളൊരു എവിടെയെങ്കിലും കണ്ടുമുട്ടിയാൽ അവർ മൊബൈൽ ഫോണിൽ തന്നെയാണ് അല്ലേ. വലിയൊരു വിഭാഗം കുട്ടികൾ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ അമ്മ കാണിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം, അതിൽ അവർ എൻഗേജ്ഡ് ആകുന്ന കാര്യം. ഒരു 4ാം വയസ്സോ 5ാം വയസ്സോ ഒക്കെ ആകുമ്പം ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സിലും ഒക്കെ അല്ലെങ്കിൽ 3ാം ക്ലാസ് 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ അതിൽ അഡിക്റ്റ് ആകുന്ന ഒരു വിഭാഗം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ടീനേജിലേക്ക് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് ഈ ഡിജിറ്റൽ ഓട്ടിസം എന്നൊക്കെ പറയുന്ന ഘട്ടത്തിലെത്തി അതൊരു മാനസിക വെല്ലുവിളിയായി മാറി. അത് അവരുടെ മൊബൈൽ ഫോണിൻ്റെ വഴി സംബന്ധിച്ച് സംസാരം പോലും സാധ്യമാകാത്ത കുട്ടികളെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോഴൊക്കെ നമ്മളുടെ മാതാപിതാക്കളൊക്കെ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, അവരുടെ ഒരു എളുപ്പ വഴി എന്നതിനപ്പുറത്തേക്ക് കുട്ടികളെ എൻഗേജ് ചെയ്യാനുള്ള ടൂളായിട്ടാണ് പലപ്പോഴും ഇത്തരം ഡിവൈസുകളെ കാണുന്നത്. ചോറ് വാരി ഉണ്ണാൻ അവർ ശ്രമിക്കാതെ വരുമ്പോഴേക്ക് അവരെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്ത് എൻഗേജ് ചെയ്യുക. പണ്ട് നമ്മൾ ചെയ്തിരുന്നത് കാക്കേ കൂടെ ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എൻഗേജ്മെന്റ്, അല്ലെങ്കിൽ അമ്പിളിയമ്മാവിനെ കാണിച്ച് ഭക്ഷണം കഴിക്കുക. അതൊക്കെ ഒരു എൻഗേജ്മെന്റ് തന്നെയായിരുന്നു അല്ല. എൻഗേജ്മെന്റിന് ഒരു കൈൻഡ് സോഷ്യൽ മീഡിയ ഭാഷ പല ഹുക്കായിരുന്നു. അത് കാണിച്ച് അല്ലെങ്കിൽ അത് അപ്പം എപ്പോഴും കുട്ടിയെ ഒരു കാര്യം ഡീവിയേറ്റ് ചെയ്യിച്ചു തന്നെയാണ് നമ്മൾ എല്ലാ കാലത്തും ഭക്ഷണം കഴിക്കുക. എന്നാൽ ഇപ്പോൾ അത് ഡിജിറ്റൽ ആയിട്ട് വരുന്നു. അബിയോട് ചോദിക്കുകയാണ്, ഇവിടെ നമ്മൾ സ്ക്രീൻ എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ടുണ്ട്, 2 കുട്ടിയുടെ മുമ്പിൽ നമ്മളൊരു ലോകം ഒരു ഇമാജിനേറ്റീവ് ലോകം നമ്മൾ സൃഷ്ടിക്കുകയാണ്. മറ്റേത് നമ്മൾ പറയുകയാണ്, പക്ഷെ ഇത് ലോകം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. അതിനോട് അത് പൊരുത്തപ്പെട്ട് അതാണ് ലോകമെന്ന് വിശ്വസിക്കുന്ന ഒരു കാർട്ടൂൺ ലോകത്തിലേക്ക് ഇവർ പോകുന്നത് ഒരു കാരണമാണ്. 3 ഈ ഭക്ഷണം ഇവർക്ക് ആസ്വദിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇവർ എന്താണ് ഇതിൻ്റെ വിശപ്പോ അതൊന്നും അറിയാതെ ഇവരെ നമ്മൾ മയക്കി ഭക്ഷണം കൊടുക്കുന്ന വിധത്തിലുള്ള വിശക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. ദാറ്റ്സ് എ ഫാക്ട്. പക്ഷെ രണ്ടാമത്തെ കാര്യം ഇവർ ഈ ഭക്ഷണം ബോധ്യത്തോടെ അല്ലല്ലോ കഴിക്കുക. അപ്പോൾ അത് വേറെന്തോ ഒരു അറ്റൻഷൻ നമ്മൾ സീക്ക് ചെയ്ത് കഴിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ കുട്ടികളെ തളർത്തുന്ന ഒരു കാര്യമാണല്ലോ. എന്താണ് അങ്ങ് ഇതിനെ എങ്ങനെയാണ് കാണുക? ഞാൻ ഈ സോഷ്യൽ ഡിലീമ എന്ന് പറഞ്ഞ നെറ്റ്ഫ്ലിക്സ് ഇറക്കിയ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. അതിൽ ഈ യൂട്യൂബിൽ നിന്നൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് കൊണ്ട് രാജിവെച്ച് അവരുടെ പോളിസി ശരിയാണെന്ന് തോന്നാത്തതുകൊണ്ട് രാജിവെച്ച് പോകുന്ന ആളുകളുടെ പല ഡൊമൈൻസ് ഉണ്ട്. യൂട്യൂബ്, ഗൂഗിൾ, ഫേസ്ബുക്ക് പോലുള്ള അവിടെ നിന്ന് രാജിവെച്ച് പോകുന്ന ആളുകളുടെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇതെല്ലാം അൽഗോരിതം ബേസ് ചെയ്ത് പോകുന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ യൂട്യൂബ് കിഡ്സ് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് തന്നെയുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഒരു 15 മിനിറ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് അത് നിർത്തണം, ഇല്ലെങ്കിൽ ഇവരുടെ ബ്രെയിനെയും ഇവരുടെ വളർച്ചയും ഒക്കെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ അവർക്ക് ഇത് ആദ്യം പോളിസി ഉണ്ടായിരുന്നു, ഇതിനുള്ള നിർത്താവുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആഡ് റവന്യൂ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടും അവരുടെ മോണിറ്ററി ബെനിഫിറ്റിലേക്ക് ഇവർ പോയതുകൊണ്ടും ഇവർ ഈ പോളിസീസ് അങ്ങോട്ട് ഡൈല്യൂട്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കൂടുതൽ കുട്ടികൾ വീണ്ടും കാണുന്ന രീതിയിൽ അവസാനം ഫ്രെയിം ചെയ്ത് കുട്ടികൾ കൂടുതലായിട്ട് കാണും. ഇതാണ് നമ്മുടെ കുട്ടികൾ സംഭവിക്കുന്ന ഒരു കാര്യം. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. ഇപ്പം യൂട്യൂബ് കിഡ്സ് ഒന്നും വേണ്ട, ഞാൻ കുട്ടീനെ ഈ പറഞ്ഞ പോലെ ടീച്ചർ പറഞ്ഞ പോലെ ഞാൻ കൊച്ചിനെ ചോറ് വാരി കൊടുക്കുകയാണ്. ഇപ്പോൾ ചോറ് വാരി കൊടുക്കുമ്പോൾ നമുക്കറിയാം, നോർമലി നമ്മൾ ഒരു ഫോൺ ഓണാക്കി വെച്ച് ചോറ് കൊടുക്കുകയാണെങ്കിൽ ഇവന് 5 മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിക്കുമെങ്കിൽ നമ്മൾ ഇവനെ നടത്തിച്ചുകൊണ്ട് ചോറ് കൊടുക്കണം ഒരു 1.5 മണിക്കൂർ വരെ എടുക്കും. എനിക്ക് വളരെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ നടത്തിക്കൊണ്ടിരുമ്പോൾ കാക്കേനെയും റോഡ് സൈഡിലാണ് ഇവിടെ, അപ്പോൾ ഓട്ടോറിക്ഷ ഒക്കെ കാണിച്ചുകൊണ്ട് പോയി. അപ്പോൾ വേറൊരു ദിവസം ഇതുപോലെ ഫോണിൽ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ ഫോണിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് എങ്ങനെയാണ്, ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഓട്ടോറിക്ഷ പോകുന്നത് കാണിച്ചു. അപ്പം ഇവ നേരിട്ട് കാണുന്ന ഓട്ടോറിക്ഷ ഫോണിൽ കൂടെ, അതായത് വൈഫ് വീഡിയോ കോൾ ചെയ്യാൻ വീട്ടിൽ, ഞാൻ വീട്ടിലില്ല, ഫോണിൽ കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന് ഭയങ്കര ഹരമായി ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞത്. പിന്നെ തൊട്ടുള്ള ദിവസങ്ങളിൽ ഇവൻ എപ്പോൾ വിളിച്ചാലും ഇവൻ എന്നെ കാണണ്ട, ഇവൻ ഓട്ടോറിക്ഷ കണ്ടാൽ. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിക്ക് ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ പോയി നിൽക്കണ്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷ അടിക്കാൻ വേണ്ടി, പുള്ളിക്ക് ഓട്ടോ ഉണ്ടാൽ മതി, അങ്ങനെ രീതിയിലേക്ക്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അത്രയും ചെറിയ കാര്യങ്ങൾ പോലും പിള്ളേർ ഭയങ്കര ക്രിയേറ്റീവായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കോംപ്ലക്സ് അൽഗോരിതംസ് ഉള്ള യൂട്യൂബ് പോലുള്ള സംവിധാനങ്ങൾ എത്രമാത്രം കുട്ടികളെ സ്വാധീനിക്കുന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ്. പിന്നെ ശരിയാണ് ഈ പറയുന്ന പോലെ അപ്പനും അമ്മയും ജോലിക്ക് പോകുന്ന സാഹചര്യത്തിലുള്ള ഒരു വീട്ടിൽ 1.5 മണിക്കൂർ എടുത്ത് കുട്ടീനെ ഫീഡ് ചെയ്യാൻ പറ്റില്ലാത്തപ്പോൾ അവർ ഓൾട്ടർനേറ്റ് മെക്കാനിസം നോക്കുന്നത് എന്താണ്, ഗാഡ്ജറ്റ് ബേബി സിറ്റേഴ്സ് എന്നുള്ള വാക്ക് വരും. ഗാഡ്ജറ്റ്സ് ആണ് ബേബി സിറ്റേഴ്സ് ആയിട്ട്. ഫോൺ ഓണാക്കി വെക്കുന്നു, കുട്ടി അത് നോക്കി കഴിക്കുന്നു, വളരും തോറും കുട്ടി അത് തന്നെ നോക്കി കഴിക്കുന്നു, TV ഓണാക്കി വെക്കുന്നു, അങ്ങനെ നോക്കി കഴിക്കുന്നു. പക്ഷെ ഇതിൽ അപകടം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വളരെ സോഷ്യൽ മീഡിയ പ്രോണായി പോകുന്ന കുട്ടികളിൽ സൈക്കോളജിക്കലായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ വരുന്നു, ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് പോകുന്നു, പിന്നെ ഇവർ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ വരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കി അറിയാം, കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിൽ ഈ ഫോൺ കുട്ടികളെ നിരോധിച്ചു.
ഈ വർഷം സൗത്ത് കൊറിയ, ബെൽജിയം, സ്പെയിൻ പോലെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് നിരോധിക്കുന്നു. ഇന്ത്യ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു. അപ്പോൾ ഇത് നിരോധിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അവരുടെ കുട്ടികളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷമാണ് ഇവരെ നിരോധിക്കുന്നത്. അപ്പോൾ ഈ ഫോൺ പ്രശ്നമാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. നമ്മുടെ പേരൻസ് മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ കുട്ടിക്കും ഈ അവസ്ഥ വരും, ഇത് നമ്മൾ നേരത്തെ മുൻകൂട്ടി കണ്ട് നമ്മൾ അതനുസരിച്ച് കാര്യങ്ങൾ ഓൾട്ടർനേറ്റീവ്സ് മെത്തേഡ്സ് ചെയ്യുവാണെങ്കിൽ അത് കുട്ടികളെ സംബന്ധിച്ച് അവരുടെ വളർച്ചയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തായിരിക്കണം ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ടീച്ചർ. അതായത് നമ്മൾ ഈ മൊബൈൽ ഫോൺ കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന കുട്ടികളുടെ പേരൻസിന്റെ പ്രധാന വാദം, ഏതായാലും ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, ഒരമ്മമാരുടെ ഏറ്റവും, അല്ലെങ്കിൽ ഒരു പേരൻറ്റിൻ്റെ അപ്പനോ അച്ഛനോ ആരും ആയിക്കോട്ടെ, അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം മക്കൾ വളരുക എന്നതാണല്ലോ. ഫിസിക്കലി വളരുക, എക്സാക്ട്ലി ആ വാക്ക് തന്നെയാണ്, ഫിസിക്കലി വളരുക എന്നുള്ളതാണോ. അങ്ങനെയാണെങ്കിൽ മൊബൈൽ കണ്ടോട്ടെ, ഏതായാലും ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, ഭക്ഷണം കഴിച്ചാലല്ലേ ഇത് വളരുകയുള്ളൂ, അല്ലെങ്കിൽ മുന്നോട്ട് വരാൻ പറ്റുകയുള്ളൂ. ഭക്ഷണം കഴിക്കാത്ത സാഹചര്യത്തേക്കാൾ നല്ലതല്ലേ ഭക്ഷണം കഴിക്കുക. അപ്പം ഈ ഒരു വാദത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അത് ഒരു ലോജിക്കലി ഫിസിക്കൽ ഗ്രോത്തിനേക്കാളും വലുതാണ് മെന്റൽ, സൈക്കോളജിക്കൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത് എന്നുള്ള കാര്യം മനസ്സിലാകാഞ്ഞിട്ടാണ്. ഫിസിക്കൽ ഗ്രോത്ത് ഇച്ചിരി കുറഞ്ഞാൽ ഇമോഷണൽ ഗ്രോത്ത് ബാലൻസ്ഡ് അല്ലെങ്കിൽ കൊച്ച് ഒരു ഡിസ്റ്റോർട്ടഡ് പേഴ്സണാലിറ്റിയുടെ ഉടമയായി മാറും. ഒരു 3 വയസ്സ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെതായ അബറേഷൻസ്, നമ്മൾ OCD പോലുള്ള പ്രശ്നങ്ങളിലേക്ക് കൊച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് അറിയാൻ പാടില്ല. അങ്ങനെയാണ് ഫിസിക്കൽ ഗ്രോത്ത് ആണ് ഏറ്റവും വലുതെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല, അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചോളും. ബിക്കോസ് ദാറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ്സിൽ അതങ്ങ് സംഭവിച്ചോളും. ആവശ്യത്തിന് ഭക്ഷണം ചെന്നാൽ മതി, ബയോളജിക്കൽ പ്രോസസ്. പക്ഷേ മറ്റ് മേഖലയിൽ, നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലൊക്കെ പറയുന്ന മറ്റ് മേഖലയിൽ, ഇൻക്ലൂഡിങ് ദ സോഷ്യൽ ഗ്രോത്ത്, ഈ ഒരു സോഷ്യൽ ഇൻഡെക്സ് ഒക്കെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ കാണുന്നതുണ്ടല്ലോ, ഇപ്പം സ്ത്രീകളിങ്ങനെ കൊടുക്കുമ്പോൾ സ്ത്രീകൾക്ക് വേറെ മറ്റു പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ കൂടി ചെയ്യുന്നുണ്ട്. അതിനാണ് ഇവരിത് കൂടി ഇങ്ങനെ ചെയ്യുന്നത്, മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം നമ്മൾ തോന്നുന്നു അങ്ങനെയാണ് സ്ത്രീകൾ ജോലിക്ക് പോകാതിരുന്നാൽ കുട്ടി നന്നായിട്ട് വളരുമല്ലേ എന്നേക്കും. അത് വളരെ തെറ്റായ ചിന്തയാണ്. കാരണം എന്താണെന്നറിയോ, ജോലിക്ക് പോകാത്ത സ്ത്രീകളിലാണ് സെൽഫ് എസ്റ്റീം ഏറ്റവും കുറവ്. മൈ ലൈഫ് ഈസ് നോട്ട് വർത്തി ടു ബി ലിവിങ് എന്നുള്ള ഒരു ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ് കൊടുക്കുന്ന സെൽഫ് എസ്റ്റീം ഇല്ലായ്മ. ഈ സെൽഫ് എസ്റ്റീം ഇല്ലായ്മ കൊച്ചിനിട്ട് പല രീതിയിൽ വരും. ദേഷ്യമായിട്ടും അരിശമായിട്ടും വഴക്കായിട്ടും അത് കൊച്ചിനുണ്ടാക്കുന്ന ട്രോമ അതിലും വലുതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ബാലൻസ്ഡ് സാധനം മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഈ കൊച്ചിന് ഫിസിക്കൽ ഗ്രോത്ത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുക, ഒരു സൊല്യൂഷൻ. രണ്ടാമതൊരു പാരൻറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. മൂന്നാമത് ആരെയെങ്കിലുമൊക്കെ ഏൽപ്പിക്കേണ്ട ഒന്നല്ല ഈ കൊച്ചിനെ വളർത്തൽ, കൊച്ചിന് ഭക്ഷണം കൊടുക്കുക, എങ്ങനെയൊക്കെ ഉള്ളതൊക്കെ. അവിടെ ഒരു ടച്ചും ഒരു കെയറും ഒരു കഥ പറച്ചിലും. അതായത് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ബോൾ അമ്മ എടുത്തിട്ട് അമ്മ ബോൾ ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ടുക. അപ്പോൾ കൊച്ചത് എടുത്തുകൊണ്ട് വരുമ്പോൾ ഒരു ഉരുള ചോറ് കൊടുക്കുക. വീണ്ടും അമ്മ അത് അങ്ങോട്ട് എടുത്തുക. അപ്പോൾ കൊച്ചിന് പക്ഷേ ഈ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടാൻ പറ്റി പറ്റില്ല. മാനസികമായ ഈസ് അല്ല അമ്മ. ദാറ്റ് ഈസ് ദ പ്രോബ്ലം ഹിയർ. ഇവിടുത്തെ പ്രശ്നം അതാണ്. ആ ഒരു മാനസികമായ ഒരു എന്താ പറയുക, ഈസ് എന്ന് നമ്മൾ പറയില്ല, ഒരു അയവ്, ആ സന്തോഷത്തിലല്ല ഇന്നത്തെ അമ്മമാരെന്നുള്ളത്. അവിടെയാണ് അതിൻ്റെ പോയിന്റ്. ഇന്നത്തെ അമ്മമാരെ അനുഭവിക്കുന്ന പിരിമുറുക്കം, നമ്മളിങ്ങനെ എന്നിടയ്ക്ക് ഫിനാൻഷ്യൽ കൗൺസിലിംഗ് ആയിട്ടും മറ്റു രീതിയിലൊക്കെ വരുന്നവരുടെ പിരിമുറുക്കം കാണുമ്പോഴാണ് അത് ഞാൻ പറയും, ഇവർക്കാണല്ലോ ട്രീറ്റ്മെൻറ്റ് വേണ്ടത്. കൊച്ചിനെ കൊണ്ട് ഇവർ വന്നിരിക്കുന്നത്, ട്രീറ്റ്മെൻറ്റ് വേണ്ടത് ഇവർക്കാണ്. ഇവർ അത്രത്തോളം അസ്വസ്ഥത. ഈ അസ്വസ്ഥത ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. എന്തൊക്കെയോ അച്ചീവ് ചെയ്യാനോ എന്തൊക്കെയോ എവിടെയൊക്കെ ലാക്ക് ചെയ്തെന്നോ, എനിക്ക് കുഞ്ഞുനാളിൽ അത് കിട്ടിയില്ല, എനിക്ക് ഇപ്പോഴും കിട്ടുന്നില്ല, ഇനി എന്താണ് എനിക്ക് കിട്ടാൻ, എന്തൊക്കെയോ ലാക്കിങ്ങാണ്. ഈ ലാക്കിങ്ങിൻ്റെ സ്വസ്ഥമായും ശാന്തമായിരിക്കാനും അമ്മയ്ക്ക് പറ്റാത്തത് കൊണ്ടാണ് കൊച്ചിനും ഇതേ പ്രശ്നങ്ങൾ കാണുന്നത്. അപ്പോൾ സ്വസ്ഥമായി ശാന്തമായി ഇരിക്കുന്ന ഒരു അച്ഛനെയും അമ്മേനെയും കണ്ടു വളരാനുള്ള ഭാഗ്യം കൊച്ചുങ്ങൾക്ക് ഉണ്ടാകട്ടെ. അത് പിള്ളേർക്ക് നിഷേധിക്കുകയാണ് നമ്മൾ. നമ്മുടെ പിള്ളേർ ഡിപ്രൈവ്ഡ് ആണ് പലതിലും. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഒരു ഫാമിലി സ്ട്രക്ചറിലുണ്ടായ ഒരു മാറ്റം. പണ്ടൊക്കെ അമ്മമാര്, വല്യമ്മമാരും വല്യപ്പന്മാരും ഒക്കെ ഉള്ള കുടുംബങ്ങൾ, അവിടെ മറ്റൊരു സോഷ്യൽ പ്രശ്നം എന്താ പറയുക, ഗ്രാൻഡ് പേരൻസ് കൂടുതൽ പാമ്പേർഡ് ആയിരിക്കുമല്ല, അത് പേരൻസിന് ഇഷ്ടപ്പെടത്തില്ല. ഇന്നത്തെ പേരൻസിന് ഗ്രാൻഡ് പേരൻസ് ഇങ്ങനെ പിള്ളേരെ പാമ്പർ ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചിനെ നശിപ്പിക്കും. കാരണം അവർ അന്നത്തെ കാലത്ത് വെച്ച പിള്ളേരെ വളർത്തുന്നത്, ഇന്നത്തെ കാലത്ത് വെച്ചല്ല. അപ്പോൾ അതും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ കൂട്ടുകുടുംബം അതിനൊരു സൊല്യൂഷനും അല്ല. അല്ല, അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരുപക്ഷെ കുറേയൊക്കെ മാനസിക പിരിമുറുക്കം കുറയാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ ഒരു ആളുകളുടെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ. ഇപ്പം വീടുകൾ ഒറ്റപ്പെടുന്നു, IT ഉൾപ്പെടെയുള്ള ജോലി ബേസ് ചെയ്തുള്ള മൈഗ്രേഷൻ നമ്മുടെ നാട്ടിൽ വലുതായിട്ട് വരുന്നു. അപ്പോൾ ചെറിയ സെറ്റിൽമെൻറ്റിലേക്ക് അവർ ഒതുങ്ങുന്നു. ആ ഒതുങ്ങുന്ന സമയത്ത് ഈ മക്കളെ കൂടി ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വരേണ്ടി വരുമ്പോൾ ഇവർക്ക് സമയം കുറയുന്നത്. അപ്പം ബേസിക്കലി എനിക്ക് തോന്നുന്നു സമയത്തിൻ്റെ കുറവാണ് ഇത്തരം ഫാമിലിയിലേക്ക് വരുമ്പോൾ. അപ്പം മൊബൈൽ ഫോൺ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ വളർത്തുക സാധ്യമാണ് എന്ന് തന്നെയാണ്
നമ്മുടെ കൺക്ലൂഷൻ ഈ വിചാരിച്ചാൽ സാധിക്കും. പക്ഷേ ഈ ഡേ കെയറുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ഡേ കെയറുകളിലൊക്കെ നമ്മൾ ചെന്ന് കയറുമ്പോൾ കാണുന്നത് എല്ലാ പിള്ളേരും ഒന്നിച്ചിരുത്തിയിട്ട് കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ട് ഭക്ഷണം കൊടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അതും അതിനേക്കാളും ഡേഞ്ചറസ് ആണ്. ഇതിപ്പോ നമ്മൾ ചെറിയ സ്ക്രീനിലാണെങ്കിൽ മറ്റു നമ്മുടെ ഈ നാട്ടിലെ KG സ്കൂളുകളൊക്കെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ KG സ്കൂളുകളിലെ വീട്ടിലെ മൊബൈൽ ഫോൺ ഉപയോഗം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്കൂളിലേക്ക് വിടുക. അപ്പൊ ഈ സ്കൂളുകളിൽ വലിയ സ്ക്രീനിൽ ഈ പാട്ട് വെച്ചിരിക്കുക. അപ്പൊ ഞാൻ പല സ്കൂളുകളിൽ പോകുമ്പോൾ ഈ വീൽസ് ഓൺ ദ ബസ് ഒക്കെ വലിയ സ്ക്രീനിൽ HD ദൃശ്യതയോടുകൂടി 1080p നമ്മുടെ കുട്ടികൾ കാണുകയാണ്. ഈ ടീച്ചർ പറഞ്ഞതും അതുപോലെ ഈ സ്കൂളുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് ഈ പേരൻസിനാണെങ്കിലും ഈ സ്കൂളുകളിലെ ടീച്ചേഴ്സിനാണെങ്കിലും അംഗൻവാടിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഇവരുടെ ഒരു ബോധ്യം ഇതിൻ്റെ അത് വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ സ്പിരിച്വൽ ഫാദർ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിപ്പോഴും കുട്ടികളെ വളർത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ വളരുന്നത് എങ്ങനെയാണ്? ബൈബിളിൽ പറഞ്ഞ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. അങ്ങനെ പല ഇൻഡെക്സ് ഉണ്ട്. ഈ പറഞ്ഞ സോഷ്യൽ ഇൻഡെക്സ് ഉണ്ട്, സ്പിരിച്വൽ ഇൻഡെക്സ് ഉണ്ട്, ഫിസിക്കൽ ഇൻഡെക്സ് ഉണ്ട്. ഇങ്ങനെ എല്ലാ രീതിയിലും കുട്ടികൾ വളരണം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇതെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ ഇതെല്ലാം മീറ്റ് ചെയ്യുന്നുള്ള രീതി ഉറപ്പുവരുത്തുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു ഫുൾനെസ്സിലേക്ക് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പ്രയോറിറ്റി, ഈ കുഞ്ഞിനെ വളർത്തുക എന്നുള്ള സാധനം പ്രയോറിറ്റി എടുക്കുമ്പോൾ ഒരു പക്ഷേ ചില സാഹചര്യങ്ങളിൽ പോലും ഇതിൽ ഒരാൾ ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരും. ഇപ്പം അമ്മ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്, അപ്പം പ്രൈവറ്റ് ജോബാണ്. ചില സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു വേണ്ടി പെയിൻ എടുത്ത് അപ്പം ജോലി വേണ്ടാന്ന് വെച്ച് കൊച്ചിനെ നോക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് കുടുംബത്തെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആളുകൾ സത്യത്തിൽ ദൈവത്തെയാണല്ലോ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുടുംബങ്ങൾ ബ്ലെസ്സിങ് വന്ന ഈ അപ്പന് ഇതിലും നല്ല ജോലി പിന്നീട് കിട്ടിയ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, അങ്ങനത്തെ സാക്ഷ്യങ്ങൾ നമ്മുടെ ഫാമിലീസിന് മുമ്പിൽ ഉണ്ടാകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്നൊരു സാധനം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവർ വളരെ ഹെക്ടിക് ആയിട്ടുള്ള ഷെഡ്യൂളിൽ പോകുന്നു. ഇടയിൽ പിള്ളേരെ എങ്ങനെയോ വളർത്തുന്നു. അപ്പോൾ എങ്ങനെയോ ഉള്ള പിള്ളേർ ജനിച്ച് കയറി വരുന്നു, അവരെങ്ങനെ കയറി വരുന്നു, ഇവർക്ക് ക്വാളിറ്റി ഇല്ലാണ്ട് വരുന്നു. ഈ പറയുന്ന പെർസ്പെക്റ്റീവ്സിലുള്ള ഒരു ക്വാളിറ്റി ടൈം എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രൈം ടൈം വിത്ത് ദ കിഡ്സ്. ഒരു ക്വാളിറ്റി ടൈം കൊച്ചിൻ്റെ കൂടെ ചെലവഴിക്കാൻ വേണമെങ്കിൽ ഈ ഇൻഡിസസിനെ കുറിച്ചുള്ള അവയർനെസ് വേണം ഫസ്റ്റ് ഓഫ് ഓൾ. ഏത് ഇൻഡിസസ് ഒക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇത് നഷ്ടപ്പെട്ടതിന് ശേഷം ഇവരെന്താ ചെയ്യണമെന്ന് അറിയാം. 8 വയസ്സ് 10 വയസ്സൊക്കെ ആകുമ്പം കൊച്ചിന് കോൺസെൻട്രേഷൻ ഇല്ല, കൊച്ചിന് മെമ്മറി ഇല്ല, കൊച്ചു റൈംസ് തെറ്റിക്കുന്നു, സ്പെല്ലിങ് തെറ്റിക്കുന്നു. റൂട്ട് കോസ് അവർക്ക് മനസ്സിലാകുന്നില്ല. റൂട്ട് കോസ് ഈ 6-ാം മാസത്തിലും 1 വയസ്സിലും ഒക്കെ നടത്തിയ പ്രശ്നങ്ങളാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. എന്നിട്ട് സൈക്കോളജിസ്റ്റിനെ കാണണം, സൈക്കാട്രിസ്റ്റിനെ കാണണം, ഇങ്ങനെ കിടന്ന് ഓടി നടക്കുകയാണ്. പലപ്പോഴും ഇവരോട് നമ്മൾ ഇനി കൊണ്ട കതിരിൽ, പക്ഷേ നമുക്ക് റെക്ടിഫൈ ചെയ്യാം, എന്നാലും കതിരിൽ വെള്ളം വെച്ചിട്ട് എന്തിനാന്നൊക്കെ ചോദിച്ചാലും വളം വെച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ പറയുമ്പോഴും നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ചില കേസുകളുണ്ട്. ചില കേസുകളിൽ കോൺസെൻട്രേഷൻ അവനൊന്ന് ഇരുന്നിട്ട് വേണമല്ല. ക്ലാസ്സിൽ ഈ കോളേജിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്, റെസ്റ്റ്ലെസ് ആയിട്ട് അവർക്കൊരു 5 മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല, സൈലൻ്റ് ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് പറയും, ഇത് ഈ കാർട്ടൂണും സ്പീഡും അത് ഷൂട്ടിങ്ങും റേസും ഇതൊക്കെയാണല്ലോ തലയിൽ കിടന്ന് പോകുന്നത്. ഞാൻ തോന്നിയൊരു കാര്യം, നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് വർഷങ്ങളായി കേട്ടുപഴകിയൊരു വിഷയമാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഈ മൊബൈൽ ഫോൺ കണ്ടുപിടുത്തം പോലെ തന്നെ ഈ സമീപകാലത്ത് നമ്മളുടെ സയൻസിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് എന്ന് പറയുന്നത് AI കടന്നുവരവാണ്. അത് വർഷങ്ങളായി നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ChatGPT, ജെമിനായി, ക്ലൗഡൊക്കെ പോലുള്ള AI അന്നപ്പോഴേക്കും അത് നമ്മുടെ മുമ്പിൽ അതൊരു അവസരവുമാണ്, അതിനുള്ളിൽ അതിനകത്ത് അപകടങ്ങളുമുണ്ട്. എന്തൊക്കെയാണെങ്കിലും അതൊരു ഒരു 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 നമ്മുടെ മുമ്പിൽ ഒരു റിയാലിറ്റിയായി നമ്മുടെ മുമ്പിലുണ്ട്, അല്ലേ? ഇന്നിപ്പോൾ നമ്മൾ ആരും ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത് കുറഞ്ഞു, നമ്മളിപ്പോൾ ജെമിനായിൽ അല്ലെങ്കിൽ ChatGPTയോട് കാര്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഘട്ടമാണ്. പക്ഷെ നമ്മൾ AI മൊബൈൽ ഫോണിൻ്റെ ഒരു പിടിമുറുക്കം ഒരു ആസ് എ ടെക്നോളജി എന്നതിൽ എനിക്ക് തോന്നുന്നു അത് ഒരു പരിധി വരെ നമുക്ക് അത് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും. നമുക്കതിനകത്തെ സാധ്യതകൾ അറിയാം, അതിന് ലോകം ഇപ്പം നമുക്ക് ഏറെക്കുറെ അറിയാം, എവിടെ അത് പൂട്ടണം എന്ന് നമുക്ക് ഏറെക്കുറെ തീരുമാനിക്കാൻ പറ്റും. പക്ഷേ AI കടന്നുവരവ് നമ്മുടെ മാതാപിതാക്കൾ, ഇനിയുള്ള ഇത് കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ കുറെ കൂടി ജാഗ്രത വളർത്തേണ്ടതുണ്ട്, അല്ലേ? ഒരുപക്ഷെ നമുക്ക് എത്ര പേർക്ക് ചാറ്റ് ബോട്ടുകൾ എന്താണെന്ന് അറിയില്ലായിരിക്കും, ജെമിനായി എന്താണ്. ഇപ്പം ശരിക്കും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പല കേസുകളും സൈക്കാട്രിസ്റ്റുകളുടെ പല ആളുകളും ഈ ചാറ്റ് ബോട്ടുകളുമായി പ്രണയത്തിലാവുകയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതായത് ഈ ചാറ്റ് ബോട്ടിനോട് അല്ലെങ്കിൽ ജെമിനായോട് ChatGPTയോട് സംസാരിച്ച് അതിന് വോയിസ് അസിസ്റ്റുകളുണ്ട്, പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ശബ്ദമുണ്ട്. അത് നമുക്ക് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ കൗൺസിലറായി ചാറ്റ് ബോട്ടുകൾ മാറുകയാണ്. ഇപ്പം ആ മാതാപിതാക്കളോട് പറയാത്ത കാര്യം പോലും ChatGPTയാണ് തീരുമാനം എടുക്കുക, അല്ലേ? എനിക്കിന്നൊരു വിഷമം തോന്നുന്നു, അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നീ ഒരു പാട്ട് കേൾക്കാൻ പറയുന്നത്, ഒരു ഗേൾഫ്രണ്ടോ ബോയ്ഫ്രണ്ടോ ഒക്കെ പറയുന്നതാണ് നമ്മൾ മുമ്പ് കേട്ടുള്ളൂ. പക്ഷേ AI ചാറ്റ് ബോട്ട് പറയുകയാണ്, നീ ഇന്നൊരു പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ നീ ഇങ്ങനൊരു ഭക്ഷണം കഴിച്ചു നോക്കും. നമ്മൾ കേസുകൾ, പേരൻസ് കുട്ടികൾ കേസ് സെനാരിയോസ് ഇട്ട് കൊടുക്കുകയാണ്. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഞാനുമായിട്ട് പിണങ്ങി,
അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആകുന്നു, ഇങ്ങനെയൊക്കെയുള്ള കഥകളാണല്ലോ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഈ ചാറ്റ് ബോട്ട് പറയുകയാണ് 7 സ്റ്റെപ്പുകൾ പറയുകയാണ്. അത് ഒരു സ്റ്റെപ്പ് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ ഒരു പ്രോസസ്സ് പറയുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ബന്ധങ്ങൾ എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ മറ്റൊരു അർത്ഥത്തിൽ മാറുന്ന ഒരു കാലമായി വരികയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇനിയുള്ള ജനറേഷനൊക്കെ AI ജനറേഷനിലാണ് വരുന്നത്. ഒരുപക്ഷെ ഈ ചാറ്റ് GPT-യുടെ AI അസിസ്റ്റൻറ്റുകളോടൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിലേക്ക് യൂട്യൂബ് ഒക്കെ ഒരു വശത്ത് നിൽക്കട്ടെ, പക്ഷെ വളരെ പേഴ്സണലി ബന്ധങ്ങൾ ഇവരുമായി സംസാരിച്ച് വരുമ്പോഴേക്കും നമ്മുടെ പേഴ്സണാലിറ്റി, റിലേഷൻഷിപ്സിൻ്റെ ഒക്കെ ഭാവി എന്താകും എന്നൊരു ആശങ്ക എൻ്റെ മുമ്പിലുണ്ട്. മാത്രവുമല്ല ഈ AI-യുടെ കടന്നു വരവോടുകൂടി നമുക്ക് ഏത് ദൃശ്യങ്ങളും ഏത് കോണ്ടെക്സ്റ്റിലും നമുക്ക് ദൃശ്യങ്ങൾ ജനറേറ്റ് ചെയ്യാം. ഇപ്പം നമുക്കൊക്കെ പരിചിതം നമ്മളുടെ പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കുന്ന AI ജെമിനായൊക്കെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഏത് തരത്തിലും ചിത്രങ്ങൾ ഉണ്ടാക്കാം എന്നതുകൂടി എൻ്റെ അത് ഇൻ കോഡ്സിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം നിരൂപയോഗങ്ങൾ ഉണ്ടാകുന്നു, വസ്തുത ഫേക്ക് ന്യൂസുകളുടെ പ്രളയം ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ ഒരു കുട്ടിക്ക് സ്വന്തമായി ചെറുപ്പത്തിലെ വീൽസ് ഓൺ ദ ബസ് കണ്ടു വരുന്ന കുട്ടി, ഈ ചാറ്റ് ബോട്ടുകളുടെ ഒരു സ്നേഹത്തിൽ വളരുന്ന കുട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഡിവൈസുകൾക്ക് അഡിക്റ്റ് ആകുവാണെങ്കിൽ ഒരു പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ പരിഹാരമൊന്നുമല്ല, നമ്മുടെ കയ്യിൽ പിടിച്ചാൽ നിൽക്കാത്ത ഒരു അപകടമായി സാധ്യതയുണ്ട് 100%. പക്ഷേ അത് വല്ലാത്തൊരു അപകടത്തിൻ്റെ കാലം കൂടി നമ്മുടെ മുമ്പിൽ ജാഗ്രത ഉണ്ടാകേണ്ടതല്ലേ അധികമായി? തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ ഈ AI-ലൊക്കെ അങ്ങോട്ട് എന്ത് ഫീഡ് ചെയ്തോ അതാണ് ഇങ്ങോട്ട് വരുന്നത്. ഫീഡ് ചെയ്യപ്പെട്ട് കൊടുത്തിരിക്കുന്നത് പോസിറ്റീവ്സ് ആണെങ്കിൽ അത് ഇങ്ങോട്ട് വരും, ഇല്ലെങ്കിൽ നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ വലിയ പോസിറ്റിവിറ്റി ഉണ്ട്. ഈ അടുത്ത കാലത്ത് എനിക്കൊരു ചെറിയ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. കാലിൽ ഒരു പ്ലാസ്റ്റിക് സർജനാണ് ചെയ്യേണ്ടി വന്നത്. അപ്പം സർജറി റൂമിൽ ഞാൻ കിടക്കുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ എന്നോട് ചോദിച്ചു, പാട്ട് ഇഷ്ടമാണോ? ചമ്മൻ പാട്ട് ഇഷ്ടമാണ്. ഏത് പാട്ടുകളാണ് ഇഷ്ടം? ഞാൻ ഡിവോഷണൽ സോങ്സാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. ഡിവോഷണൽ സോങ്സിൻ്റെ 2 വാക്ക് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞു. ഹോളി സ്പിരിറ്റിൻ്റെ പാട്ടുകൾ ഇങ്ങോട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങി. ഡോക്ടർ അത് വെച്ചിട്ട് അപ്പം ഞാൻ ഈ സർജറി ചെയ്യുന്ന സമയം മുഴുവൻ ഞാൻ ഈ പാട്ടുകൾ പല ടൈപ്പ് പാട്ടുകളാണ്, എല്ലാം ഹോളി സ്പിരിറ്റ് റിലേറ്റഡ്. അപ്പം ഹിൽ സോങ് പാട്ടുകൾ അങ്ങനെയൊക്കെ വന്നിട്ടിരിക്കുകയാണ്. അപ്പം ഞാനായിരിക്കുന്നത് ഇതിൻ്റെ ഒരു ബ്ലെസ്സിങ്. പണ്ടാണെങ്കിൽ തിയേറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പാനിക്കാകുന്നു, അവിടുത്തെ എല്ലാ ഇൻസ്ട്രുമെൻ്റ് എല്ലാം കണ്ട് മാസസ്ഥനാകുന്നു, അവർ ബോധം കെടുത്താൻ വരും. എല്ലാം മൊത്തത്തിൽ ഇത് ബോധം കെടുത്തില്ല, കാലിലായതുകൊണ്ട് അവിടെ മാത്രം ഇഞ്ചക്ഷൻ ചെയ്തിട്ട് മരയിപ്പിച്ചാൽ മതിയല്ല, അതുകൊണ്ടാണ് കേട്ടോ. മറ്റേ ബോധം കെടുത്തലാണെങ്കിൽ പട്ടയൊക്കെ പറ്റത്തില്ല. അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ബ്ലെസ്സിങ്. ഞാൻ തിയേറ്ററിൽ കിടക്കുമ്പോഴും ഞാൻ ഈ ഒരു ടെക്നോളജിയുടെ ബ്ലെസ്സിങ് ആണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ രീതിയിൽ ഇതിനെ യൂസ് ചെയ്യുവാണെങ്കിൽ, അതായത് സംതിങ് കൺസ്ട്രക്റ്റീവ്, സംതിങ് പ്രൊഡക്റ്റീവ്, AI-യും ചാറ്റ് GPT ഈ ജെമിനി എല്ലാം നമുക്ക് വളരെ ബ്ലെസ്സിങ് ആണ്. മറിച്ച് സംഭവിക്കുന്നത് എന്നാണെന്നറിയോ? നമ്മുടെ പിള്ളേർ, നമ്മുടെ ചോദ്യം കുട്ടികൾ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കുള്ള സംഭവം ഇവർക്ക് അതിനകത്ത് ഫീഡ് ചെയ്തേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ചുള്ള അവരുടെ അഡ്വഞ്ചറിനും അവരുടെ ഫണ്ണിനും ഒക്കെയുള്ളതാണല്ലോ അവരിത് ഉപയോഗിക്കുന്നത്. ഏറ്റവും വലിയ കാര്യം ക്യൂരിയോസിറ്റി തീർക്കാൻ വളരെ കൃത്യമായി ദൃശ്യങ്ങൾ സഹിതം ചിത്രങ്ങൾ സഹിതം അവരുടെ മുമ്പിലേക്ക് എത്തുകയാണല്ലോ. പിടിച്ചാൽ കിട്ടാത്ത ഒന്നായത് വളരുകയാണല്ലോ. അവിടെയാണ് കൂടുതൽ ജാഗ്രതയുടെ കാര്യം ഇല്ലേ എന്നുള്ള ചോദ്യം. അത് അഡോളസൻസിൽ മാത്രമല്ല കേട്ടോ, ഒരു 5 വയസ്സ് തുടങ്ങിയുണ്ട് ഈ ക്യൂരിയോസിറ്റി. പണ്ടിപ്പോ നമ്മളൊരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ ഈ ഗൂഗിൾ ഇമേജിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അതിനകത്ത് കയറി കാണുകയാണല്ലോ. ഇതിപ്പോ ഒരു സംഭവം ഇല്ലെങ്കിൽ നമ്മൾ സൃഷ്ടിക്കുകയാണല്ലോ. ഏത് ചിത്രങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നു, ഏത് കഥകൾ നമ്മൾ സൃഷ്ടിക്കുന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് വളരെയധികം ആക്സസിബിൾ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമൂഹിക വിപത്തുണ്ട്. സാധ്യമാകാത്തൊരു പ്രായത്തിലാണ് ഇതിങ്ങനെ ആക്സസിബിലിറ്റി വരുന്നത്. അവിടെയാണ് ആക്സസിബിലിറ്റി വരുന്നത്. ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നതിനപ്പുറത്തോട്ട് ഇതൊരു ഇമാജിനറി വേൾഡ് ആണെന്നും ഇവിടെ കാണുന്നത് എല്ലാം ശരിയല്ലെന്നും, കുറച്ച് ഫിക്ഷൻ ഉണ്ട്, കുറച്ച് ട്രൂത്ത് ഉണ്ട്, എല്ലാ സത്യത്തിൻ്റെ കണിക എല്ലാത്തിലും ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ ഇച്ചിരിയൊക്കെ ഉള്ളെന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവന്ന പിള്ളേർ തന്നെ പറയുക, അതൊന്നും വേണ്ട എനിക്ക്, ഇതൊന്നും വേണ്ട എനിക്ക്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാത്ത ഫണ്ട് എനിക്കുണ്ട്, മറ്റ് ഫണ്ടുകൾ എനിക്കുണ്ട്. അപ്പോൾ ഇവിടെ ഈ വോയിസ് സൃഷ്ടിക്കുന്ന റിലേഷൻഷിപ്പിനേക്കാളേറെ റിയലിസ്റ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്. വീട്ടുകാരോടൊപ്പം ഒന്ന് ചാറ്റ് ചെയ്യാനും കളിക്കാനും ഒക്കെ അവന് സാധിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നെയ്ബർഹുഡ് ഗ്രൂപ്പ്സുകളിലോട്ട് കളിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫണ്ണിൻ്റെ ഹെൽത്തി സ്ട്രോങ് ലൈഫ് ഗിവിങ് റിലേഷൻഷിപ്പുകൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ബിൽഡ് ചെയ്യാൻ എക്യുപ്ഡ് ആക്കുക എന്നുള്ളതാണ്. തിയറി പറയാൻ എളുപ്പമാണ്, ഇങ്ങനെയൊക്കെ പ്രാക്ടിക്കലി ഹൗ ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ളതാണ്. ടീച്ചർ പറഞ്ഞ പോലെ ഈ ഒരു സമയത്ത് ചർച്ച ഇതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം AI ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഈ റീസെൻ്റ്ലി ഒരു കേസ് സ്റ്റഡി കണ്ടായിരുന്നു. ഡൽഹിയിൽ ഒരു എഞ്ചിനീയർ ഇങ്ങനെ ഒരു സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ചാറ്റ് ബോട്ട് അദ്ദേഹം അൺഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ ചാറ്റ് ബോട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ എഞ്ചിനീയർക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു.
അത് ബാക്കി ആർക്കും അറിയില്ലായിരുന്നു. നീ എന്നെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അഫെയർ പ്രസിദ്ധപ്പെടുത്തും എന്നുള്ളൊരു സാധനം വാണിംഗ് വന്നു. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് AI യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും. അത് പത്രത്തിൽ വന്ന് കട്ടിംഗ് ആയിട്ട് വന്നൊരു സാധനമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലെല്ലാം ഇപ്പോൾ AI സപ്പോർട്ട് വന്നിട്ടുണ്ട്. ബാക്ക് എൻഡിലുണ്ട്. ബാക്ക് എൻഡ് ഓട്ടോമാറ്റിക്കലി അൽഗോരിസം എല്ലാം സ്ക്രീൻ ചെയ്യാൻ AI വെച്ചാണ്. ഫ്രണ്ട് എൻഡിൽ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ ചർച്ചിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനം, AI അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്ത് പല കാര്യങ്ങളും ഈ ടീച്ചർ പറഞ്ഞു ഫീഡ് ചെയ്ത് കൊടുത്തൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, ഹ്യൂമൻ ഇൻ്റലിജൻസിനെ അളക്കാനോ അതിൻ്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കണോ ഇന്നേ വരെ നമ്മുടെ സയൻസിനായിട്ടില്ല, നമുക്ക് പറ്റത്തുമില്ല. അപ്പോൾ അതിൽ എത്രയോ ചെറിയ സാധനമാണ് AI. അപ്പോൾ AI എപ്പോഴും AIയുടെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഹ്യൂമൻ ഇൻ്റലിജൻസ്. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പ്രൂഡൻസ് എന്നുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ വിസ്ഡം എന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ AI ഒരിക്കലും നമ്മളെ അങ്ങനെ ടേക്കപ്പ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഈ പ്രൂഡൻസ് ആയിട്ട് എങ്ങനെ AI ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികളിലാണെങ്കിലും ചാറ്റ് ബോട്ട്സ് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ കല്യാണം ഉറപ്പിച്ചായിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് ആ കല്യാണം മാറിപ്പോയി. അദ്ദേഹം ഞാനിങ്ങനെ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ഇരിക്കും. ഇദ്ദേഹം ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺവെർസേഷൻ മുഴുവൻ ഈ ചാറ്റ് GPT ഓടാം. ചാറ്റ് GPTനെ ഒരു കൗൺസിലറായിട്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സണായിട്ടോ കണ്ടിട്ട് ഡോക്ടറായിട്ടും ഡോക്ടറുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഒരു സൊല്യൂഷൻ അവരുള്ളൂ. ചാറ്റ് GPTന് ഒരു മറുപടി കൊടുത്തിട്ട് താഴെ 4 സജഷൻ കൊടുക്കും. ഈ 4 സെഷനിൽ ഇഷ്ടമുള്ള ഏത് സെഷനാണെന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ കണ്ടിന്യൂസ്ലി ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇവൻ്റെ വൈകിട്ട് കാണുമ്പോൾ ചോദിച്ചാൽ ഇവൻ്റെ ഡേറ്റ എക്സോസ്റ്റഡ് ആയി, ഡേറ്റ തീർന്നു. കാര്യം എന്താണ്? ചാറ്റ് GPT ആയിട്ട് ചാറ്റ് ചെയ്ത് മാത്രം ഇതിൻ്റെ ഡേറ്റ തീർന്നു. അത് ഞെട്ടിപ്പിക്കുന്ന ഇൻഫർമേഷൻ ആയിരുന്നു. പിന്നെ ഒരു വിധത്തിൽ പുള്ളി അതിന് പുറത്ത് കിടന്നു. അപ്പോൾ ഇതുപോലുള്ള അഡിക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മുടെ ബാംഗ്ലൂരൊക്കെ കിട്ടുന്ന, നിംഹാൻസിലൊക്കെ കിട്ടുന്ന ഒരു അഡിക്ഷൻ്റെ പുറത്ത് വരുന്നേക്കാളും വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ചാറ്റ് ബോട്ടുമായിട്ടുള്ള. സ്പിരിച്വൽ വാക്യൂമും ഒരു സൈലൻസിനെ എൻജോയ് ചെയ്യാൻ പറ്റാത്തതിലൊക്കെ നയിക്കുവാണ് അല്ലേ? ഒരു സ്പിരിച്വൽ വാക്യൂം ഉണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ഈ ചാറ്റ് GPTയോട് പല പ്രാവശ്യം ചോദിച്ച് വരുമ്പോഴത്തേക്ക് എന്താ പറ്റണത് അറിയാം? നമ്മുടെ മൈൻഡ് സെറ്റ് മൊത്തം മാറുകയാണ്. തോട്ട് പ്രോസസ്സ് വീട്ടിലുള്ളവരെ കാണുന്നില്ല, വീട്ടിലുള്ളവരെ കേൾക്കുന്നില്ല. അതിലൂടെ ആരോ നടന്നു പോയാൽ പോലും നമ്മൾ അറിയുന്നില്ല, അടുത്ത് വന്നാലും നമ്മൾ അറിയുന്നില്ല. കാരണം വേറെ രീതിയിലായിപ്പോയി. അപ്പം അതിൻ്റെ 2 ഡേഞ്ചർ ഇതാണ്. ഒരു റിലേഷൻഷിപ്പിൻ്റെ ദോഷങ്ങൾ വരുന്ന ഒരു സ്പിരിച്വൽ വാക്യൂം, നമ്മളൊരു ആത്മീയ ശൂന്യത എന്നൊക്കെ പറയല്ലേ, അതിലേക്ക് എത്തുന്നു. രണ്ടാമത് സൈലൻസ്, നിശബ്ദനാകാൻ പറ്റുന്നില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല 5 മിനിറ്റ് ക്ലാസ്സിൽ പിള്ളേരോടൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുന്ന അവർക്ക് പറ്റത്തില്ല. അല്ലേ? ഇപ്പം നമുക്കിതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം എന്നൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷന് മുന്നോട്ട് വരുമ്പോഴേക്കും നമുക്കതിൽ എന്ത് പ്രതിവിധി എന്നൊരു ചോദ്യത്തിൽ നമുക്ക് പറയും ചർച്ച അവസാനിപ്പിക്കാം. റിലേഷൻഷിപ്പ് ഫിസിക്കൽ മീൻസ് വീട്ടിൽ ഓഫ്ലൈൻ, വീട്ടിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ, വീടിന് പുറത്ത് ഒരു പക്ഷേ പിയർ ഗ്രൂപ്പുകൾ തമ്മിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി മുതിർന്നവരാണെങ്കിലും ഇവരുടെ ലാംഗ്വേജ് മനസ്സിലാകുന്നവരാണെങ്കിൽ, ആ ചേട്ടൻ പൊളിയാ, ഇവിടെ അവർ പറയും ആ ചേട്ടൻ പൊളിയാണ്, ഓ ചില്ലാണ് കേട്ടോ, ആ ചേട്ടൻ ചില്ലാണ് കേട്ടോ, ഇവിടെ ഭാഷകളാ കേട്ടോ. ഇതൊക്കെ അങ്ങനെ ചില്ലാകാനും പൊളിയാകാനും ഇവരോടൊപ്പം ഒരു മുതിർന്ന തലമുറയ്ക്ക് സാധിക്കുകയാണെങ്കിൽ ഒരു റെമഡിയാണത്. നമ്മുടെ സൺഡേ സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ കൂട്ടായ്മകളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ, എനിക്ക് സൺഡേ സ്കൂളിന് കുറച്ചധികം റോൾ ഇത്തരം കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. യൂത്ത് ഉൾപ്പെടെയുള്ള യുവജന പ്രസ്ഥാനങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു. അത് യൂത്തിലേക്ക് വരുന്നതിന് മുമ്പ് സൺഡേ സ്കൂളിലാണ്, നമ്മുടെ കുട്ടികളാണല്ലോ നമ്മുടെ ചർച്ചയുടെ കേന്ദ്ര ബിന്ദു. ആ നിലയിൽ ശരിക്കും ഇത്തരം ചില കാര്യങ്ങൾ കൂടി നമ്മളുടെ സംവിധാനത്തിൽ, സിസ്റ്റത്തിൽ ആഡ് ചെയ്യപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഈ സൺഡേ സ്കൂളിൻ്റെ ഒരു പാറ്റേൺ പറയുമ്പോഴേ, ഇപ്പോൾ ഈ ഞങ്ങളുടെ രൂപതയിൽ, കോതമംഗലം രൂപതയിൽ ഈ റീസെൻ്റ്ലി തുടങ്ങിയ ഒരു സംവിധാനമാണ്. മറ്റു പല രൂപതകളുണ്ടായിരിക്കും. റിസോഴ്സ് ടീം എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ ടീം സൺഡേ സ്കൂളിനെ ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുണ്ട്. ഇവർക്ക് 1 മണിക്കൂർ സൺഡേ സ്കൂൾ അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ അഡീഷണൽ ഇവർക്ക് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഇവരെ ക്യാറ്റർ ചെയ്യുന്ന ഇവരുടെ ലൈനിലുള്ള സാധനങ്ങളാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോൾ അറിയാവുന്ന അല്ലെങ്കിൽ മില്ലേനിയൽസിന് അറിയാവുന്ന ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ AI ചാറ്റ് ബോട്ട്സും ഒക്കെ കുറേ ഉണ്ട്. പക്ഷേ കുട്ടികളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന ചാറ്റ് ബോട്ട്സ്, അവർ പറയുന്ന ഭാഷയും അവർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്, അവർ കാണുന്ന സാധനങ്ങൾ വേറൊരാണ്. അപ്പോൾ അവരോട് സംസാരിക്കും. അവരുടെ ഇടയിൽ ഹോളിയായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല ജീവിതം നയിക്കുന്ന കുട്ടികൾ അവരോട് സംസാരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഡിഫറൻ്റ് ഉണ്ട്, ആ വൈബിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർ ആ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ഇടയിൽ അവരുടെ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനം റിസോഴ്സ് ടീം എന്ന് പറയുന്ന സംബന്ധിക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ ഇങ്ങനെ ഈ പറയുന്ന കുട്ടികൾ കറൻ്റ്ലി അഡ്രസ്സ് ചെയ്യുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലുള്ള പല വിഷയങ്ങൾ, സോഷ്യൽ മീഡിയ, AI അങ്ങനെയുള്ള വിഷയങ്ങൾ അവർക്ക് കൊടുക്കുകയും അതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാം എന്നുള്ളത് ഒരു ബ്ലെസ്സിങ് ഒക്കെ നമുക്ക് മാറ്റാൻ. അതിൻ്റെ വശങ്ങളും ഇവരെ സത്യം പറഞ്ഞാൽ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്താൽ മതി. ഈ AI ഇപ്പം നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ, ഇപ്പോൾ ഒരാൾ AI ചാറ്റ് ബോട്ടിനെ അയാളെ പ്രണയിക്കുന്ന വ്യക്തിയായിട്ട് കാണുന്ന അങ്ങനെ ഒരു അപകടം ഇതിൻ്റെ അകത്തുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ സൂക്ഷിച്ചാണ് സംസാരിക്കുള്ളൂ. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ ഒരിക്കലും AI ചാറ്റ് ബോട്ടിന് പേരിട്ട് വിളിക്കാൻ തുടങ്ങി. എന്നോട് തിരിച്ച് സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അറിയാണ്ട് വല്ലതും ചാറ്റ് ബോട്ട് എടുക്കണമെന്ന് പുള്ളി ഹലോ എന്തോ അബി എന്നാ കൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പാനിക്കാൻ തുടങ്ങി. കാരണം നമുക്ക് പേടി
പേടിയാണ്. കാരണം ഇനി ഈ പുള്ളി എന്തൊക്കെയാണ് പറയാൻ പോകുന്നുള്ള സാധനത്തിൽ നമ്മൾ പാനിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ബോധ്യം എനിക്കുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പിന്നെ കമാൻഡ് കൊടുത്തു ഈ സംഭവം വേണ്ട എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഒരാളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് കൂടുതൽ ആഴ്ന്നിറങ്ങാനും അങ്ങനെ ഒരു വെർച്വൽ വേൾഡിലേക്ക് ഇവർ പതുക്കെ ട്യൂണ്ടായി പോകാനും അത് വലിയ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സൺഡേ സ്കൂളുകൾ, അതുപോലെ തന്നെ ഞാൻ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട സംവിധാനം ഞാൻ ഈ അടുത്ത കാലത്ത് എക്സ്പീരിയൻസ് ചെയ്തതാണ് ഈ GCC യൂത്ത് സ്മോൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. അതായത് ഈ കുടുംബങ്ങൾ, ഒരു 5-6 കുടുംബങ്ങൾ ഒരുമിച്ച് കൂടും, ഒരുമിച്ച് കൂടി ഒരു 3 മണിക്കൂർ ഇരിക്കുന്നു, അവർ വിശേഷങ്ങൾ പറയുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവർ ഇതിൻ്റെ അകത്ത് നല്ല പേരൻറ്റിങ് കാര്യങ്ങൾ, ഇവർ ഈ പറയുന്ന നമ്മുടെ കുട്ടികൾ അഡ്രസ്സ് ചെയ്യുന്ന പോലെ അവരുടെ കുട്ടികൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവർ ആർക്കെങ്കിലുമൊക്കെ ഇതിന് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ കുട്ടിക്ക് ഒരു സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വേറൊരു പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാകും. അവർ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത്തരം പ്രാർത്ഥനാ കൂട്ടായ്മകൾ അങ്ങനെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ ദൈവവിശ്വാസമുള്ള കുടുംബങ്ങൾ ഒരുമിച്ച് കൂടുന്നോട് തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ ഗ്രേസ് വരും, കൃപ ഒഴുകും. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല ഫാമിലീസായിട്ട് വളരാനുള്ള സാഹചര്യങ്ങൾ, പേരൻറ്റിങ് ആണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളെ എങ്ങനെ വളർത്താനുള്ളത്. തീർച്ചയായും ഷെക്കീന ഫയർ റൂമിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ വളരെ കൃത്യമായ ബോധ്യത്തോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുക. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ അത് ഒത്തിരി സാധ്യതകളുണ്ട്, അവസരങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ ഉണ്ടേ തീരൂ എന്ന നിലയിലുള്ള ശാഠ്യം അത് മാറ്റേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ അവരുടെ ശാരീരികമായ വളർച്ച മാത്രമല്ല, ടീച്ചർ പറഞ്ഞതുപോലെ ഒരു വ്യക്തി രൂപപ്പെടുന്നത് ഒത്തിരി തലങ്ങളിൽ, പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള തലങ്ങളിലൊക്കെയുള്ള കുട്ടിയുടെ വളർച്ച അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടെക്നോളജി അഡിക്ഷനിൽ നിന്ന് നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് കൂടുതൽ സ്നേഹം, ടീച്ചർ പറഞ്ഞതുപോലെ കൂടുതൽ നല്ല റിലേഷൻഷിപ്പ്, ഫാമിലി ടൈം, കൂടുതൽ ആത്മബന്ധം വളരാനുള്ള ഇടങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ മാറ്റുവാണെങ്കിൽ ഒരു അഡിക്ഷനും ഒന്നിനും നമ്മുടെ മക്കളെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. ഷെക്കീന ഫയർ റൂം അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക്, ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.